ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയും UDF കൺവീനർ അടൂർ പ്രകാശും തമ്മിൽ എന്താണ് ബന്ധം? ഇവർക്കിടയിൽ സാമ്പത്തിക ഇടപാട് നടന്നിട്ടുണ്ടോ? ഇക്കാര്യങ്ങൾ അറിയാൻ അടൂർ പ്രകാശ് MPയെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. 3 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിൽ പോറ്റി അടക്കമുള്ള പ്രതികളുമായുള്ള ബന്ധത്തെക്കുറിച്ച് ചോദിച്ചറിഞ്ഞു. SIT നടപടിയിൽ അസ്വാഭാവികത ഒന്നും തന്നെ ഇല്ലെന്ന് ചോദ്യം ചെയ്യലിന് ശേഷം അടൂർ പ്രകാശ് പ്രതികരിച്ചു. അതിനിടെ കണ്ഠരര് രാജീവരുടെ ജാമ്യാപേക്ഷയ്ക്കെതിരെയുള്ള SIT റിപ്പോർട്ടിൽ ഗുരുതര പരാമർശങ്ങളാണുള്ളത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ എല്ലാം നടന്നത് തന്ത്രിയുടെ അറിവോടെ എന്നാണ് റിപ്പോർട്ട്. കഴിഞ്ഞ ദിവസമായിരുന്നു പ്രത്യേക അന്വേഷണ സംഘത്തിന് മുൻപാകെ ഹാജരാകാൻ അടൂർ പ്രകാശിനെ SIT നോട്ടീസ് നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ അടൂർ പ്രകാശ് തിരുവനന്തപുരത്തെ SIT ആസ്ഥാനത്തേക്ക് എത്തുകയായിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ സ്വർണം വിറ്റവരും വാങ്ങിയവരുമായി സംസ്ഥാനത്തിനകത്തും പുറത്തും നടത്തിയ കൂടിക്കാഴ്ചകളടക്കമുള്ള വിഷയങ്ങളാണ് SIT പ്രധാനമായും അടൂർ പ്രകാശിൽ നിന്നും ചോദിച്ചറിഞ്ഞത്. പോറ്റിയുടെ കാര്യങ്ങളടക്കം അറിയേണ്ടതെല്ലാം ചോദിച്ചുവെന്നും എല്ലാ ചോദ്യങ്ങൾക്കും താൻ കൃത്യമായി മറുപടി പറഞ്ഞുവെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. സാമ്പത്തിക ഇടപാടുകൾ ചോദിച്ചില്ലെന്നും ചോദ്യം ചെയ്യലിൽ അസ്വാഭാവികത ഒന്നും തന്നെ ഇല്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. പോറ്റിയുടെ കാര്യങ്ങളും മറ്റും കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. എനിക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും അവരുമായി പങ്കുവച്ചിട്ടുണ്ട്. ആ പങ്കുവെച്ചതനുസരിച്ച് അവരെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. സോണിയാഗാന്ധിയെ കാണാൻ പോയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷണത്തിൽ ചോദിച്ചായിരുന്നു. അതെല്ലാം ഞാൻ പറഞ്ഞല്ലോ, അവർക്ക് അറിയേണ്ട എല്ലാ കാര്യങ്ങളും ചോദിച്ചതനുസരിച്ച് കൃത്യമായി മറുപടി കൊടുത്തിട്ടുണ്ട്. ഈ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തെങ്കിലും ചോദിച്ചായിരുന്നു? അങ്ങനെ എന്നോട് സാമ്പത്തിക ഏർപ്പാടായിട്ട് ഒരു കാര്യം എന്നോട് ചോദിച്ചിട്ടില്ല. എന്നോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞു. ഈ പോറ്റി SIT കൊടുത്ത മൊഴി എന്ന് പറയുന്നത് കർണാടകയിലെ തന്റെ ബന്ധം വഴിയാണ്. അത് എനിക്കറിയില്ല. അത് നിങ്ങൾ അങ്ങനെ കണ്ടുപിടിച്ചു എങ്കിൽ നിങ്ങൾ അദ്ദേഹത്തെ കണ്ടു ചോദിക്കുക. അദ്ദേഹം പുറത്തിറങ്ങിയിട്ടുണ്ട്. അടൂർ പ്രകാശിന് പുറമെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും രാവിലെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. ഇരുവരും തമ്മിൽ നടന്ന സമ്മാന കൈമാറ്റത്തിലടക്കം SIT വിശദീകരണം തേടി. ഒരേ ചോദ്യങ്ങളിൽ ഇരുവരുടെയും ഉത്തരം തേടിയെന്നും റിപ്പോർട്ടുകളുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ രാഷ്ട്രീയ ബന്ധങ്ങളിലേക്ക് അന്വേഷണം നടത്തുമെന്ന് നേരത്തെ തന്നെ SIT വ്യക്തമാക്കിയിരുന്നു. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ എല്ലാം നടന്നത് തന്ത്രിയുടെ അറിവോടെയെന്ന് കണ്ഠരര് രാജീവരുടെ ജാമ്യാപേക്ഷയ്ക്കെതിരെയുള്ള SIT റിപ്പോർട്ടിൽ പരാമർശം. നിലവിൽ തന്ത്രിക്ക് ആവശ്യമായ ചികിത്സ നൽകുന്നുണ്ടെന്നും ജാമ്യം നൽകേണ്ടതില്ലെന്നുമാണ് SIT വാദം. അതേസമയം അറസ്റ്റിലായ മുൻ ദേവസ്വം ബോർഡ് അംഗം N വിജയകുമാറിനെ 14 ദിവസത്തേക്ക് കൂടി റിമാൻഡ് ചെയ്തു. News 18 തിരുവനന്തപുരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.